ആന നടത്തുമെന്ന് പറഞ്ഞ് പരിഹസിച്ച സഹപാഠികൾക്ക് മുന്നിൽ ആദം മാസിൽ ഇനി നിവർന്നു നടക്കും. പാലക്കാട് ജില്ലയിലെ പുതുക്കാട് സ്വദേശികളായ സുൽഫിക്കർ ഹാഷ്മി ദമ്പതികളുടെ മകൻ 3ാം ക്ലാസ് വിദ്യാർത്ഥി ആദം മാസിലിന് ജന്മനാ സംഭവിച്ച ന്യൂനതകളാണ് പിന്നീടുള്ള ജീവിതത്തിൽ തിരിച്ചടിയായത്. പെരിന്തൽമണ്ണ അമൃതം ആയുർവേദ ആശുപത്രിയിലെ ചികിത്സയിലൂടെയാണ് ആദമിന്റെ ശാരീരിക വിഷമതകൾക്ക് പരിഹാരമായത്. പാലക്കാട് ജില്ലയിലെ പുതുക്കാട് സ്വദേശികളായ സുൽഫിക്കർ ഹാഷ്മി ദമ്പതികളുടെ മകൻ ആദം മാസിലിന് ജന്മനാ സംഭവിച്ച ന്യൂനതകൾ കാരണം ഏറെ ശാരീരിക വൈഷമ്യങ്ങൾ നേരിട്ടിരുന്നു. മാസം തികയാതെ 8ാം മാസത്തിൽ പ്രസവം നടക്കുകയും പ്രസവ സമയത്ത് കുഞ്ഞിന് ഓക്സിജൻ ലഭ്യമാകുന്നതിൽ ചെറിയ അമാന്തം സംഭവിച്ചതിനാൽ ജന്മനാ ന്യൂനതകൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. 2 വയസ്സ് കഴിഞ്ഞിട്ടും സമപ്രായത്തിലുള്ള കുട്ടികളെ പോലെ കാര്യങ്ങൾ ചെയ്യാതെ വന്നതോടെയാണ് ന്യൂനതകൾ രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അന്നു മുതൽ വിവിധ ചികിത്സകൾ ചെയ്തെങ്കിലും ഫലമുണ്ടായില്ല. പെരിന്തൽമണ്ണ അമൃതം ആശുപത്രിയെക്കുറിച്ചും അവിടുത്തെ ചികിത്സയെക്കുറിച്ചും ഡോക്ടർമാരായ കൃഷ്ണദാസ്, ഷീബ കൃഷ്ണദാസ് എന്നിവരെക്കുറിച്ചും 2 മാസം മുൻപാണ് സുൽഫിക്കറും ഭാര്യയും അറിയുന്നത്. തുടർന്ന് സ്കൂളിൽ നിന്നും അവധിയെടുത്ത് 2 മാസങ്ങളോളം അമൃതം ആയുർവേദ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവിടുത്തെ വിദഗ്ധ ചികിത്സയിലൂടെയാണ് കുട്ടിയിൽ മാറ്റമുണ്ടായത്. 3ാം ക്ലാസ് വിദ്യാർത്ഥിയായ 9 വയസ്സുകാരൻ ആദം മാസിലിന് ശരിയായ രീതിയിൽ മറ്റു കുട്ടികളെ പോലെ ഓടിച്ചാടി കളിക്കാൻ കഴിയാതെ അല്പം മുന്നോട്ട് കുനിഞ്ഞ് ചെറിയ ഇഴഞ്ഞു നടത്തമായിരുന്നു. സഹപാഠികൾ ആമ നടത്തമെന്ന് പേരിട്ട് പരിഹാസം തുടർന്നതോടെ ഇത് മാറ്റിയെടുക്കാൻ രക്ഷിതാക്കൾ തീരുമാനിക്കുകയായിരുന്നു. കൂട്ടുകാരുടെ പരിഹാസം ആദമിന് മാത്രമല്ല രക്ഷിതാക്കൾക്കും പ്രയാസമുണ്ടാക്കി. അമൃതം ആശുപത്രിയിലെ ചികിത്സ ഫലം കണ്ടതോടെ ആദം മാസിൽ ഇപ്പോൾ നിവർന്നു നടക്കാൻ ആരംഭിച്ചു. മാത്രമല്ല ഓടാനും ചാടാനും കഴിയുന്നുണ്ട്. 3 വർഷമായി ഞങ്ങൾ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ പിന്നെ കൊറോണ അപ്പോൾ അത് നിന്നു. പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിന് എല്ലാ കുട്ടികളും നടക്കുന്ന പോലെ സ്റ്റെപ്പ് പിടിക്കാതെ കയറി അങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. അതിൽ പിന്നെ എല്ലാവരും പറഞ്ഞു പ്രീ ബർത്ത് അല്ലേ, അത് കുറച്ച് കഴിഞ്ഞൊക്കെ ശരിയാണെന്ന് വിചാരിച്ചു. പിന്നെ ഫിസിയോതെറാപ്പി 1 കൊല്ലത്തോളം കൊടുത്തപ്പോൾ ഇങ്ങനെ കുറേശ്ശെ നടക്കുമായിരുന്നു. പക്ഷെ അതിന് പേടിയില്ലാതെ നടക്കാൻ കുറേശ്ശെ കഴിയും. ഇവിടെ വരുമ്പോൾ ഞങ്ങൾ പിന്നെ കോയമ്പത്തൂർ കാണിച്ചു, കോഴിക്കോട് കാണിച്ചു, കോട്ടക്കൽ കാണിച്ചു, പെരിന്തൽമണ്ണ കാണിച്ചു. ഇത്ര ഒരു ബെറ്റർ ഇമ്പ്രൂവ്മെൻറ്റ് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവിടെ വന്നപ്പോൾ അതിന് ഓടുമ്പോൾ വീഴുമായിരുന്നു. കുറേ സമയം ഓടാൻ കഴിയില്ല. ഒരു റൗണ്ടൊക്കെ ഓടുമ്പോഴൊക്കെ വീഴും. ഇപ്പോൾ ഇന്നലെ അവൻ ഫുട്ബോൾ കളിച്ചപ്പോൾ ഇന്നലെയും കളിച്ചു, മിന്നാന്നും കളിച്ചപ്പോൾ വീണിട്ടില്ല. നടത്തത്തിനൊക്കെ സ്പീഡ് കൂടി, മറ്റേ നടത്തത്തിന് സ്പീഡ് ഉണ്ടായിരുന്നില്ല. നമ്മളൊരു കാലുമേ പൊക്കിച്ചാടി നടക്കാതിന് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ നന്നായിട്ട് അതിന് കഴിയുന്നുണ്ട്. പിന്നെ നീന്തൽ പിന്നെ ഇതുവരെ വെള്ളത്തിൽ അങ്ങനെ പോകുകയും ചെയ്യാത്തതായിരുന്നു. ഇന്നലെ ഒരു കുളത്തിൻ്റെ ഇന്ന് ആ കര പോയിട്ട് ഈ കര വരെ ആരും സപ്പോർട്ട് ഇല്ലാതെ തന്നെ നീന്തി വന്നു. പിന്നെ ബാക്ക് ബോണിൽ കുറച്ചൊരു വളവുണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് നല്ല മാറ്റം വന്നു. പിന്നെ 2 കാൽമുട്ടുകൾ ഇങ്ങനെ മുട്ടിക്കൊണ്ടായിരുന്നു നിൽക്കുമ്പോഴും. അതുകൊണ്ടാണ് തെന്നി വീഴുന്നത്. ഇപ്പോൾ അതൊക്കെ നല്ല വൈഡായിട്ട് നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ചേക്കാൾ അധികം മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. നവരക്കിഴി, ധാര, പിഴിച്ചിൽ, വസ്തി, അഭ്യംഗം തുടങ്ങിയ ആയുർവേദ ചികിത്സകൾ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ചെയ്തതോടെ കുട്ടിയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു. ബ്രഹ്മി, ചിറ്റാമൃത്, ശംഖുപുഷ്പം എന്നിവ ചേർത്തുണ്ടാക്കുന്ന സ്വരസവും മറ്റ് ആയുർവേദ മരുന്നുകളും കുട്ടിക്ക് കഴിക്കാൻ കൊടുത്തതോടെ കൂടുതൽ മാറ്റങ്ങളുണ്ടായി. എല്ലാ ദിവസവും രാവിലെ 1 മണിക്കൂർ ആദമിന് അമൃതം പൊയ്കയിൽ ഹൈഡ്രോതെറാപ്പി ചികിത്സയും നൽകി. തുടർച്ചയായ ഹൈഡ്രോതെറാപ്പിയിലൂടെയും ആദം നീന്താനും പഠിച്ചു. ഇപ്പോൾ യാതൊരു സഹായവുമില്ലാതെയാണ് ആദം നീന്തുന്നത്. നമ്മൾ ഈ ആദം മാസിൽ എന്നൊരു കുട്ടിക്ക് അവന് ക്ലാസ്സിൽ നടക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ കുനിഞ്ഞ് നടന്നിരുന്നിട്ട് അപ്പോൾ ഒരുപാട് കുട്ടികളുടെ കളിയാക്കലും ഇതെല്ലാം ആ കുടുംബത്തിന് മൊത്തം ഭയങ്കര വിഷമം ഉണ്ടാക്കിയിരുന്നതാണ്. അത് നമ്മുടെ പല ചികിത്സകൾ ചെയ്തിട്ടും അവർക്ക് അതിനൊരു ശമനം കിട്ടിയിരുന്നില്ല, ആശ്വാസം കിട്ടിയില്ല. പക്ഷെ നമ്മുടെ അമൃതം ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തി. ഇവിടെ നമ്മുടെ ആയുർവേദ ചികിത്സയും അതിനോടനുബന്ധിച്ച് തന്നെ കൊടുത്തിട്ടുള്ള നീന്തൽ വ്യായാമങ്ങൾ, ചികിത്സകൾ ഒക്കെ വളരെ എഫക്റ്റീവായിട്ടാണ് കുട്ടിയിലും വന്നത്. 1 മാസം കൊണ്ട് തന്നെ അവർ വരുമ്പോൾ അവർക്കുണ്ടായിരുന്ന വിഷമതകൾ എല്ലാം മാറി. ആ കുടുംബം മൊത്തം സന്തോഷമായി. കാരണം അവർ കാണിക്കാത്ത സ്ഥലങ്ങൾ ഉണ്ടായിരുന്നില്ല ഈ കുട്ടിയുടെ നടത്തമൊക്കെ ഒന്ന് ശരിയായി കിട്ടാൻ. ഇപ്പൊ അവൻ ആ ക്ലാസ്സിലെ ചികിത്സ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായല്ലോ, ക്ലാസ്സിൽ ഒന്നാമനായി മിടുക്കനായിട്ട് മാറിയിരിക്കുകയാണ്. ഈ ആയുർവേദ ചികിത്സയുടെ ഒരു പ്രത്യേകത, നമ്മൾ പലപ്പോഴും തലച്ചോറിന്റെ വളർച്ചയിലൊക്കെ വരുന്ന വ്യതിയാനങ്ങളിൽ ചികിത്സ ഇല്ല എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. പക്ഷെ ആയുർവേദത്തിൽ അതിന് പ്രതിവിധിയുണ്ട്. നമ്മൾ പ്രസവ സമയത്ത് ഗർഭസ്ഥ ശിശുവിൻ്റെ അല്ലെങ്കിൽ ആ പ്രസവിക്കുന്ന സമയത്ത് തലച്ചോറിലേക്ക് രക്തക്കുറവ് കൊണ്ടുണ്ടാവുന്ന പലതരത്തിലുള്ള ഡിസോർഡേഴ്സ് ഉണ്ടാവാം. നമ്മൾ സെറിബ്രൽ പാൾസി, ഓട്ടിസം, അങ്ങനെ പലതിനും അത് കാരണമാവാം.
അപ്പൊ അത്തരത്തിലുള്ള തലച്ചോറിലേക്ക് വരുന്ന ഓക്സിജന്റെ അളവ് കമ്മിയായി ഉണ്ടാവുന്ന എല്ലാ വൈകല്യങ്ങൾക്കും ആയുർവേദത്തിൽ നല്ല പ്രതിവിധികളുണ്ട്. ആയുർവേദത്തിന് നമുക്ക് തലയ്ക്ക് ചെയ്യുന്ന ചികിത്സകൾ, അതേപോലെ തന്നെ ഉള്ളിലേക്ക് കൊടുക്കുന്ന മരുന്നുകൾ, ഇതൊക്കെ വളരെ പ്രത്യേകമായിട്ട് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കാണാറുണ്ട്. അപ്പൊ നമുക്ക് തന്നെ ഒരു ആയിരക്കണക്കിന് കുട്ടികൾ അമൃതമാർഗദർശനത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അതാണ് എനിക്ക് വളരെ സന്തോഷമായിട്ട് പറയാനുള്ള ഒരു കാര്യം. ആദമിന്റെ ആരോഗ്യനില, ശാരീരികക്ഷമത, മനോബലം, കർമ്മകുശലത എന്നിവയിൽ ഏറെ പുരോഗതിയുണ്ടായിട്ടുണ്ട്. നിവർന്നു നിന്ന് ഓടിച്ചാടി സഹപാഠികളെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ ക്ലാസ്സിലെത്താനുള്ള തിരക്കിലാണ് ആദം. നടക്കാനും സംസാരിക്കാനും പ്രയാസം നേരിട്ടിരുന്ന നൂറുകണക്കിന് കുട്ടികൾക്ക് പുതുജീവിതം നൽകി അനുഭവ സമ്പത്തുള്ള അമൃതം ആയുർവേദാശുപത്രിയിലെ ഡോക്ടർ പി കൃഷ്ണദാസിനും ഷീബ കൃഷ്ണദാസിനും നന്ദി പറയുകയാണ് ആദം മാസിലിന്റെ മാതാപിതാക്കൾ. ആദം നിവർന്നു നടക്കാൻ തുടങ്ങിയതോടെ ഒരു കുടുംബത്തിന്റെ ഏറെക്കാലത്തെ വിഷമതകൾക്കാണ് അറുതിയായത്. SCV ന്യൂസ്, പെരിന്തൽമണ്ണ.